ഓണം വ്ലോഗ് ഇല്ലേ? അപ്പൊ ഒന്ന് ഓണത്തിന് പൂക്കളിടാൻ വേണ്ടി കോളേജിൽ പോവാണ്. സോ രാവിലെ പെട്ടെന്ന് എടുത്തിട്ടാണ് ഓണത്തിന് പൂക്കളത്തിന് വേണ്ടി കോളേജിൽ ഇറങ്ങണം എന്ന് പറഞ്ഞത്. സോ അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കണം. ബാക്കിയൊക്കെ അവിടെ പിള്ളേരുണ്ട്. ഓക്കെ, കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പൂക്കള മത്സരം നടക്കുന്നത് കേട്ടോ. ചുറ്റും പല ബ്രാഞ്ചിലുള്ള പിള്ളേർ നേരത്തെ വന്നിട്ട് തന്നെ പൂക്കളം ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുള്ളൂ, പൂ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ, ഡിസൈൻ വരച്ച് തുടങ്ങിയിട്ടുള്ളൂ. ആകെ നമ്മൾ ഈ 10 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 5-6 പേരും കൂടെ വന്നു. അപ്പൊ ടോട്ടൽ 10-15 പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന പൂക്കളം സെറ്റ് ചെയ്തത് കേട്ടാ. നമ്മുടെ കഴിഞ്ഞില്ലേ, ഇനി വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ പൂക്കളം നോക്കാം. എന്താ പറയാനുള്ളത്? ഞങ്ങൾ കുറച്ച് ആൾക്കാരാണെങ്കിൽ ലാസ്റ്റ് ഞങ്ങൾ റെഡി ആക്കി. റപ്പിന് എന്താ പറയാനുള്ളത്? പൂക്കളം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹോസ്റ്റലിലേക്ക് റെഡി ആവാനായിട്ട് പോവാന്ന്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഉണ്ടാവില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചാനൽ ആയതുകൊണ്ട് വലിയ രീതിക്കുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. സോ ഇതൊക്കെ കോളേജിലുള്ള ചെണ്ടക്കാരാണെന്നാണ് തോന്നുന്നത്. സോ അവരുടെ ചെണ്ട കൊണ്ടുപോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. സോ ഗൈസ്, ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക് ഫോർ ടുഡേസ് ഓണപ്പരിപാടി. ബാക്കിയുള്ളവന്മാരൊക്കെ പെട്ടെന്ന് ഇറങ്ങി, ഞാൻ ഇത്തിരി ലേറ്റ് ആയിരുന്നു പൂക്കളമൊക്കെ ഇടാൻ പോയപ്പോ. നമ്മൾ നേരെ കോളേജിലേക്ക് പോവാണ്. ഓക്കെ ബൈ, ബാക്കി അവിടെ കാണാം. സോ അവിടെ നിന്ന് നേരെ നമ്മൾ അനക്സ് ഹോസ്റ്റലിലേക്കാണ് കേട്ടോ വിട്ടത്. അവിടെയാണ് ആക്ച്വലി റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഇയേഴ്സിന്റെ റാലിയാണ് കേട്ടോ. ഫോർത്ത് ഇയേഴ്സ് ഇറക്കിയിരിക്കുന്നതാ ലോറിയാണ് ഗൈസ്, ലോറി. ഓണായിക്കേ നോക്കട്ടെ. Hey guys, right now we are at Onam celebration. കുറേ ഉള്ളവര് ഓണം വരുന്നില്ലല്ലോ, ഓണം സെലിബ്രേഷൻ പറഞ്ഞിട്ട്. ഓണം സെലിബ്രേഷൻ. ആന വന്നില്ലാന്ന് പറയണ്ട. അങ്ങനെ എല്ലാ ഇയേഴ്സിലും എൻട്രി കഴിഞ്ഞ് നമ്മൾ നേരെ കലാശക്കൊട്ടിൽ കോളേജിന്റെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. കലാശക്കൊട്ട് കഴിഞ്ഞ് APJ പാർക്കിലോട്ട് വന്നിരിക്കുകയാണ്. സോ ഇവിടെ ഫോട്ടോ ബൂത്ത് ഉണ്ട്, പിന്നെ കുറെ പരിപാടികളുണ്ട്. ഇതാ കുറെ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ ഒരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഊഞ്ഞാലുണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. സോ പായസാ? എന്ത് പായസായിരുന്നു? അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഹോർലിക്സ് ആയിരിക്കും. യെസ് ഗൈസ്, ഇതാണ് DTയുടെ പൂക്കളം. DT മീൻസ് ഡിസൈനർ ടെക്നോസ്. എന്നെ പിന്നെന്താ, വിത്ത് പ്ലഷർ. ഉറപ്പല്ലേ? നമുക്കപ്പോ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോവാം. ക്ലാസ്സെ ഫോട്ടോ എടുക്കാൻ വരുന്നില്ലേ? എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. നീ ഇല്ലേ? ഞാനുണ്ട്. എല്ലാരും ഉണ്ട്. ഹൈഫിനെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലേ? എല്ലാരും ഉണ്ട്. ആരാ പറഞ്ഞു? அந்த பக்கம் போட இந்த பக்கம் போட நீ அந்த பக்கம் போட. ഓരോരോടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഗൈസ്. ഇപ്പോ സമയം എന്താ 2:08 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് കൾച്ചറൽസ് ഉണ്ട്, വടംവലി ഉണ്ട്, പിന്നെ ഏതായിരുന്നു തലേണ യുദ്ധോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്. മറ്റേ തലേണ അടി. ഇല്ല സാംകുട്ടിയായിട്ടൊരു വീഡിയോ എടുക്കാൻ.
ഹായ് ഐ ആം സാംകുട്ടി. സാംകുട്ടി അയ്യോ അറിയാതെ. സോ ഗൈസ്, അപ്പോൾ ബാക്കിയുള്ളവർക്ക് കുറച്ച് കഴിഞ്ഞ് ഡാൻസ് ഉണ്ട്. അപ്പോൾ അവരെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫാഷൻ ഷോ കാണാൻ വന്നതാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ചു. ഉറിയടി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഉറിയടി ഇവിടെ ഓൾറെഡി തുടങ്ങി. ഞാൻ കാണിച്ചു തരാം. ഉറിയടി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. വന്നിരിക്കുകയാണ്. പക്ഷേ ഉറിയടി കണ്ണ് കിട്ടാതുള്ള ഉറിയടി. അടുത്തത് തലയണ യുദ്ധം. തലയണ അടിക്ക് വന്നിരിക്കുകയാണ്. കുടല് വരുന്നപ്പോ ഞങ്ങൾ ഒരു ചായയും കടിയും കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇനിയാണ് കൾച്ചറൽസ് തുടങ്ങാൻ പോകുന്നത്. ഓണപരിപാടി ഫൈനലി കംസ് ടു ആൻ എൻഡ്. ഇവിടെ എല്ലാവരും ക്ഷീണിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ചത്തു നിൽക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. ഇത്രയുള്ളൂ വീഡിയോ. അപ്പോൾ ബൈ.